നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചെങ്കടൽ വഴി ഇന്ത്യയിലേക്ക് വരികയായിരുന്ന ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തി. യുഎസിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഗ്രീസ് ഉടമസ്ഥതയിലുള്ള സ്റ്റാർ നാസിയ, ബ്രിട്ടന്റെ മോർണിംഗ് ടൈഡ് എന്നീ രണ്ട് കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. രണ്ട് കപ്പലുകൾക്ക് നേരെ 6 ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തതായി യുഎസ് സെൻട്രൽ കമാൻഡ് റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള ഒരു കപ്പലിന് മിസൈൽ പതിച്ച് കേടുപാട് സംഭവിച്ചെങ്കിലും യാത്ര തുടർന്നു. കപ്പലിന് ചെറിയ തകരാറ് സംഭവിച്ചതെന്നും ആർക്കും പരിക്കില്ലെന്നും യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ വീണ്ടും മിസൈൽ ആക്രമണവുമായി യമനിലെ ഹൂതികൾ രംഗത്തിറങ്ങിയതോടെ യുഎസ് ആക്രമണവും കടുപ്പിക്കും. ഹൂതി വിമതരുടെ ശക്തി കേന്ദ്രങ്ങളിൽ യുഎസ് വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണം ഉണ്ടായത് എന്നതും ശ്രദ്ധേയമാണ്. ഇരു കപ്പലുകളിലെയും ജീവനക്കാർ സുരക്ഷിതരാണ്. യമനിലെ ഹൊദൈദ തീരത്തിന് സമീപം ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച വൈകിട്ട് 4:45 സ്റ്റാർ നാസിയയ്ക്ക് നേരെയുള്ള ആക്രമണമെന്ന് യുഎസ് അറിയിച്ചു. കപ്പലിനെ ലക്ഷ്യമാക്കിയ 3 മിസൈലുകളിൽ ഒന്ന് യുഎസ് യുദ്ധക്കപ്പൽ വെടിവെച്ചിട്ടു. മാർഷൽ ദ്വീപുകളുടെ പതാകയുള്ള ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള കപ്പലായ MV സ്റ്റാർ നാസിയ എന്ന കപ്പലിനാണ് കേടുപാട് സംഭവിച്ചത്. 2 മിസൈലുകൾ കപ്പലിന് തൊടുത്തതാണ് പതിച്ചത്. UK ഉടമസ്ഥതയിലുള്ള MV മോർണിംഗ് ടൈഡ് കപ്പലിന് നേരെയാണ് യമനിൽ നിന്ന് രണ്ടാമത് ആക്രമണം ഉണ്ടായത്. കപ്പലിന് സമീപത്ത് സമുദ്രത്തിലാണ് 3 മിസൈലുകളും പതിച്ചത്. തകരാറുകളോ പരിക്കോ ഇല്ലെന്നും യുഎസ് സെൻട്രൽ കമാൻഡ് റിപ്പോർട്ട് ചെയ്തു. ഏദൻ തീരത്തിന് സമീപത്ത് വെച്ച് സിംഗപ്പൂരിലേക്ക് പോവുകയായിരുന്ന മോർണിംഗ് ടൈഡ് കപ്പലിന് നേരെ ഹൂതികൾ 3 മിസൈലുകൾ വിക്ഷേപിച്ചെങ്കിലും കപ്പൽ പതിച്ചില്ല. കപ്പലുകളെ ആക്രമിക്കുന്ന പശ്ചാത്തലത്തിൽ യമനിലെ ഹൂതി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് യുഎസും UKയും ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും ചെങ്കടലിൽ കപ്പൽ ആക്രമണം. ചെങ്കടലിലെ കപ്പൽ നീക്കത്തിന് നേരെ ഹൂതികൾ തുടർച്ചയായ ആക്രമണം നടത്തുന്നുണ്ട്. ഇതിന് മറുപടി എന്ന നിലയ്ക്കാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനിക നടപടി. ആഗോള വ്യാപാരത്തെയും നിരപരാധികളായ നാവികരുടെ ജീവനെയും അപകടത്തിലാക്കാനുള്ള ഹൂതികളുടെ ശേഷി തകർക്കലാണ് ആക്രമണത്തിലൂടെ ലക്ഷ്യമാക്കിയതെന്ന് ആക്രമണത്തിന് പിന്നാലെ പുറത്തുവിട്ട പ്രസ്താവനയിൽ അമേരിക്കയും ബ്രിട്ടനും വ്യക്തമാക്കി. ഹൂതികളുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ, മിസൈൽ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തുടങ്ങിയവയ്ക്ക് നേരെയാണ് അമേരിക്ക, ബ്രിട്ടൻ ആക്രമണം നടന്നത്. ഗാസ യുദ്ധത്തിൽ പലസ്തീന പിന്തുണ അറിയിച്ചാണ് യമനിലെ ഹൂതി വിമതർ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത്. നവംബർ മുതൽ 50ഓളം കപ്പലുകളാണ് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.